നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. ഇവിടുത്തെ ജനം നൽകുന്ന നികുതി പണത്തിൽ നിന്ന്. അതുകൊണ്ട് നിയമം ജനത്തിനും അറിയാം, ഞങ്ങളുടെ അച്ഛന്മാർക്ക് കൃത്യം. അതുകൊണ്ട് നമ്മുടെ രാജനച്ഛൻ ഈ CCTVയുടെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പോലീസിന് നഷ്ടപ്പെട്ട പല ബാലപാഠങ്ങളും നീതിയുടെ പാഠങ്ങളും അവർ പഠിപ്പിക്കുന്നത് നമ്മുടെ അച്ഛന്മാരുടെ സുവിശേഷ വേലയാണ്. കാരണം നാളെ ഈ അച്ഛന്മാരല്ലാത്ത പാവപ്പെട്ട മനുഷ്യരോടൊന്നും ഇവർ ഇതുപോലെ അതിക്രമം ചെയ്യരുത്. ഇത് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനോട് എന്തായിരിക്കും ഇവർ ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് പിണറായി സർക്കാരിനോട് ഞങ്ങൾ ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. 6.5 ലക്ഷം വിശ്വാസികൾ ഇവിടെയുണ്ട്, 450-ലേറെ വൈദികരുണ്ട്, 10,000-കണക്കിന് സന്യസ്തരുണ്ട്. അങ്ങനെ വ്യത്യസ്ത ജില്ലകളിൽ കിടക്കുന്ന എറണാകുളം, അങ്കമാലി അതിരൂപത, ഈ അതിരൂപതയിലെ ജനങ്ങളുടെ വോട്ട് ഈ പിണറായി സർക്കാരിന് വേണ്ട എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം ACP ജയകുമാർ കൃത്യമായിട്ട് ഞങ്ങളുടെ എല്ലാവരും കേൾക്കെ പരസ്യമായിട്ട് പറഞ്ഞു, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് എതിരാണ് ഇവിടുത്തെ ഭരണകൂടം. അതുകൊണ്ട് ഭരണകൂടത്തിന്റെ ഭീകരതയാണ് നമ്മൾ ദർശിച്ചത്. അതുകൊണ്ട് പ്രിയ പിണറായി സഹാബി, താങ്കളോടാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ ഇന്നലെ KC വേണുഗോപാലിനെ വിളിച്ചു, ഹൈബി ഈഡനെ വിളിച്ചു, റോജി M ജോണിനെ വിളിച്ചു, ഇവിടത്തെ MLA TK വിനോദിനെ വിളിച്ചു, VD സതീശനെ വിളിച്ചു. ഇവരോടൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, ബാബു ചേട്ടൻ മണിക്കാരനാ, ബാബു നമ്മുടെ മുൻ മന്ത്രി, അദ്ദേഹത്തിന് വിളിച്ചപ്പോ അദ്ദേഹം ഞാനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് വ്യക്തിപരമായിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ പിണറായി സർക്കാരിന് എറണാകുളം അതിരൂപതയെ വേണ്ടെങ്കിൽ അതിന് വേണ്ട എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. ഉമ്മച്ചേച്ചി പരിക്ക് പിടിച്ച് കിടക്കാണ് അവിടെ. ഇവര് പോലും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ ഇലക്ഷന് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായ അദ്ദേഹം ഞങ്ങളുടെ അച്ഛന്മാർ നിരാഹാരം കിടന്നപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ സന്ദർശിച്ച ഏക രാഷ്ട്രീയ നേതാവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസിന് തൃക്കാക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് പോലും ചിന്തിക്കാത്ത വിധം 25,000 ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ അതിന്റെ ശക്തി എവിടെയാണെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ രാജീവ് MLA. ഞാൻ രാഷ്ട്രീയം പറയുന്നു. എറണാകുളം വൈദിക സമിതിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ, 11 വർഷമായി ഇവിടുത്തെ പൊളിറ്റിക്കൽ നേതാക്കന്മാരുമായിട്ട് ഞാൻ പലപ്പോഴും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഈ രാഷ്ട്രീയത്തിന്റെ കണക്കുകളാണ് പറയണേ. അപ്പോൾ ഇപ്പോൾ പിണറായി സർക്കാർ പറയുക, എറണാകുളത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ അങ്ങ് തെക്ക് ഭാഗത്തുള്ള പല നിയോജക മണ്ഡലങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെ നിരന്തരം ചെയ്യിപ്പിക്കുന്ന ഈ എറണാകുളത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും കടപ്പാടുണ്ടോ? എവിടെ പോയി MLA? എവിടെ പോയി ഹൈബി MP? ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഈ ചോദ്യം ഞങ്ങൾ രാഷ്ട്രീയമായി ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങളും ഇവിടെ ഈ സംസ്ഥാനത്തിന്റെ മക്കളാണ്. ഞങ്ങളുടെ വൈദികരോട് കാണിച്ചത് ക്രൂരതയാണ്. ഈ ക്രൂരത ഇത് ഞങ്ങൾ ഇന്നും നമ്മളിവിടെ കൂടിയത് മെത്രാന്മാരോട് ചോദ്യം ചോദിക്കാനല്ല, സർക്കാരിനോട് ചോദ്യം ചോദിക്കാനാണ്. സർക്കാർ എന്ത് പറയുന്നു? ഇത്രയും ജനങ്ങൾ ഇവിടെ ഒരു വാട്സ്ആപ്പ് കോളിൽ അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജിൽ ഇത്രമാത്രം 10,000-കണക്കിന് ജനങ്ങൾ ഇവിടെ ഒത്തുകൂടിയെങ്കിൽ ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പവർ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾ ഇനി വിലവേശലിലേക്കാണ് പോകുന്നത്. വിലവേശലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് ഏത് പാർട്ടിയാണെന്ന് നമുക്കിനി നോക്കേണ്ട കാര്യമില്ല. ഈ അതിരൂപതയുടെ മക്കളുടെ ഈ പ്രശ്നം തീർത്താൻ ഇവർ ഇനി എന്താണ് കൈകെട്ടി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ MLA വരാതിരുന്നത്? ഹൈബിയോട് ഉച്ചയ്ക്ക് പറഞ്ഞു, ഹൈബി ഇവിടെ വന്നൊന്ന് കാണൂ, നേരിട്ടൊന്ന് സന്ദർശിക്കാം.
അദ്ദേഹത്തിന് ദർശനം വേണം തോന്നുന്നു. വിറയ്ക്കണോ? എന്തുവാണ് പനിയാണെങ്കിലും ഞാൻ പറയുന്നത്, എവിടെയാ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നവർ പോലും നമ്മുടെ കൂടെയില്ല. നമ്മുടെ ഒരു ദുഃഖത്തിൽ നമ്മുടെ അച്ഛന്മാരെ നിഷ്ഠൂരം തല്ലിച്ചതയ്ക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാർക്ക് ഏതൊരു നിസാര പ്രശ്നത്തിനും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവൊക്കെ പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. ഏതെങ്കിലും പ്രസ്താവന പത്രത്തിൽ വന്നോ? ഇനി മാത്രവുമല്ല, നിങ്ങളൊരു കാര്യം ശ്രമിക്കണം. ഇന്ന് പത്രത്തിൽ വന്നപ്പോഴാണ്, ഇന്നലെ കളക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ADM അശ്വതി അല്ലേ, അശ്വതി ADM വരും, നമ്മൾ അശ്വതി മീരയും അതുപോലെ തന്നെ നമ്മുടെ DCP അശ്വിനി മാഡവും വന്നു. ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവര് പറയുക എന്നോട്, ഈ അശ്വതി DCP പറയുക, ഞങ്ങൾക്ക് ഇവിടുന്ന് നിരന്തരം കംപ്ലൈന്റ് കിട്ടിയിട്ട് അച്ഛാ ഞങ്ങളിവിടെ വന്നത്. പ്രിയമുള്ളവരെ, ഇന്നലെ മൗണ്ട് സെന്റ് തോമസിന് ഇവിടെ ഒരു വീഡിയോ കമ്മീഷൻ ഉണ്ട്. ആന്റണി വടക്കേക്കര VC അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നിങ്ങൾ പത്രത്തിൽ കണ്ട. ഈ അകത്ത് അച്ഛന്മാര് ഇവിടെയുള്ള ഈ ജോഷി പുതുവ എന്ന് പറഞ്ഞ ഈ ക്രിമിനൽ കൂലിയാണെന്ന് ആക്രമിക്കാൻ ചെന്നത്. അകത്ത് നിൽക്കുന്ന അച്ഛന്മാരെ നിങ്ങൾ അവരെ ആക്രമിച്ചോ? നിങ്ങൾ അവരെ വാതിൽ പൂട്ടിട്ടോ? നിങ്ങൾ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയോ? നിങ്ങൾ അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചോ? അവർ കൊടുത്തിരിക്കുന്ന പരാതി അത് ഇവിടെ നിന്നും ആന്റണി വടക്കേക്കരയ്ക്ക് അയച്ചിട്ട് ആ വടക്കേക്കര പച്ച നുണകൾ മാത്രമാണ് മീഡിയ കമ്മീഷണർ റിപ്പോർട്ടുകൾ എന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമുക്ക് കാണാം. ജോഷി പുതുവ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത നുണകൾ അപ്പാടെ വിഴുങ്ങി ഈ ആന്റണി വടക്കേക്കര. എന്നിട്ടാണ് ഇന്ന് പ്രസ്ഥാനം പരാതി കൊടുത്തു, ഞങ്ങള് കൊല്ലാനാണ് ഈ അച്ഛന്മാരോട് കയറിയിരിക്കുന്നത്. അതാണ് പോലീസ് ആക്ഷൻ. എന്ത് നുണകളാ! അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുത്തെ അച്ഛന്മാരവിടെ ഇരിക്കുമ്പോഴും പോലീസോടെ അവരോട് നിങ്ങൾ മനസ്സിലാക്കണം. അച്ഛന്മാരെ നിങ്ങൾ അതിക്രമം കാണിച്ചാൽ അവിടെ നിൽക്കുന്ന പോലീസ് അതിന് കാണാൻ പാടില്ലേ, തടയിടാൻ പാടില്ലേ? എന്നിട്ട് ഇവിടുന്ന് നിരന്തരം കൊടുത്ത ഈ കള്ള പരാതിയിന്മേലാണ് ഈ പോലീസ് ആക്ഷൻ. അപ്പോൾ ഈ കള്ളപ്പരാതി കൊടുക്കുന്ന ഈ ക്രിമിനൽ കൂലിയ സംഘം ഇവിടെ നിറങ്ങാതെ ഞങ്ങളുടെ അച്ഛന്മാർ അവിടെ നിറങ്ങില്ല. ആ അച്ഛന്മാരെ നമ്മൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യണം. 21 അച്ഛന്മാർ മാത്രമല്ല, 21 അച്ഛന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് 28 അച്ഛന്മാർ, ജോയ്സ് കൈതക്കോട്ടിലെ അച്ഛൻ അടക്കം മറ്റ് 28 പേർ അവിടെ ഉണ്ട് എന്ന് ഓർക്കണം. പ്രിയമുള്ള ദൈവജനമേ, ഇവരെ നിങ്ങൾ നിരന്തരം സന്ദർശിക്കുക. എവിടെയാണ് ഇന്ന്? ഇപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് ഇവിടെ വിളിച്ചു നിങ്ങളോട് കൂവിയില്ലേ? കളക്ടർ വിളിച്ചിട്ടില്ല. ഞാനിവിടെ പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ അത് അപ്പം തന്നെ അവിടെ ചെന്നു. കടയന്നൂർ തഹസീൽദാർ വിനോദ് സാർ എന്നെ വിളിച്ചിട്ട് പറയാ, അച്ഛാ 7 മണിക്ക് ചർച്ച ചെയ്യുന്നു. ഞാൻ ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല. അല്ലെ ഇപ്പൊ അച്ഛനെ വിളിച്ചതാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൈജുവിനെ വിളിച്ചു, ജോയ്സച്ചനെ വിളിച്ചു, സണ്ണി കളപ്പുറയ്ക്ക് വെച്ചാൽ നമ്മളോട് വിളിച്ചു പറഞ്ഞപ്പോഴല്ല, നമ്മളോട് വിളിച്ചു പറഞ്ഞപ്പോ. അപ്പൊ ഇത്രയാണോ കാര്യങ്ങൾ? എന്തായാലും 7 മണിയിലെ ചർച്ചയ്ക്ക് ഞങ്ങൾ ഞാൻ പറഞ്ഞു, പാമ്പ്ലാനി പിതാവോ മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ തീരുമാനമെടുക്കാൻ പവറുള്ള ഡെലഗേറ്റോ അപ്പുറത്തില്ലെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് കടയന്നൂർ തഹസീൽദാർ വിനോദ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു.